എങ്ങനെയാണ് മലയാളി പറ്റിക്കപ്പെടുന്നത്? മലയാളിയുടെ പ്രത്യേകത എന്താ അറിയോ? ഉം. കാള പെറ്റൂന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കും. നമസ്കാരം, നിബിനാണ് നിങ്ങളുടെ കൂടെയുള്ളത്. എങ്ങനെയാണ് മലയാളി പറ്റിക്കപ്പെടുന്നത് ഈ ദുബായ് ജോബ് മാർക്കറ്റിൽ? ദുബായിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ പറ്റിക്കപ്പെടുന്നത് എങ്ങനെ അറിയോ? അവർ കണ്ണി കണ്ട ഇമെയിലേക്കൊക്കെ CV അയക്കും. ഉം. അപ്പൊ ഇവിടെ നിന്നൊരു ഇന്റർവ്യൂ ഇൻവിറ്റേഷൻ കിട്ടും. നേരെ അവിടെ നിന്ന് വണ്ടി പിടിച്ച് നേരെ അവിടെ എത്തും. ഉം. അവിടെ എത്തിക്കഴിയുമ്പോൾ അവർ പറയും, ഓക്കെ ഇത്ര രൂപ അടയ്ക്കൂ, നിങ്ങൾക്ക് 7 ദിവസത്തിൽ ജോലി കിട്ടും. ഉം. ചിലപ്പോൾ അഡ്മിനെ ചിലപ്പോൾ 150 ദിർഹംസ് ആയിരിക്കും. ഇനി മാനേജർ പൊസിഷൻ 500 ദിർഹംസ് ആയിരിക്കും. ഇത് അടയ്ക്കുന്നു, ഇവർ വെയിറ്റ് ചെയ്യാണ്. ഈ പൊസിഷൻ അനുസരിച്ചിട്ട് റേറ്റ് കൂടും. റേറ്റ് കൂടും. ആ. മാത്രമല്ല ഇവർക്ക് ഒരു റെസീറ്റ് കിട്ടും. ആ. അപ്പൊ റെസീറ്റ് വെച്ച് ഒരു വെയിറ്റ് ചെയ്യാണ്. ഉം. ഉടനെ ജോലി കിട്ടും. അങ്ങനെ ഇവർക്ക് മടിയാണ്. ഉം. പുറത്തിറങ്ങാനോ ആൾക്കാരെ കാണാനോ ഒന്നും പറ്റില്ല. ആകെ മെയിൽ അയക്കുക. ഉം. ഈ മെയിൽ അയച്ച് മലയാളികൾ എന്ത് ചെയ്യും? പല കൺസൾട്ടൻസി പോകുന്നു, പൈസ കൊടുക്കുന്നു, പറ്റിക്കപ്പെടും. എന്താണ് നല്ലത്, ഏതാണ് റൈറ്റ്, എന്താണ് കൃത്യമായുള്ളത് എന്നുള്ളത് നമ്മൾ അറിയുക. ഈ ജോലി അന്വേഷിക്കുന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പെടാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവും. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.